നിന്റെ അച്ഛൻ ഒരു മാറ്റവും ഇല്ല. സൗഭാഗ്യേ, ഇത്രയും വർഷം നിന്റെ കൂടെ കൂടിയപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന്. ആർക്ക്? ഈ ചേട്ടന് ഒരു മാറ്റം വരാത്ത എന്താ? അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെയാണോ? അതെ, കല്യാണം കഴിഞ്ഞ അവൻ നന്നായി എന്ന് പറയുന്നത് നല്ല കാര്യല്ലേ? ഓഹോ, അങ്ങനെ ചേട്ടാ പറഞ്ഞോട് പായസം ഉണ്ടാക്കണ്ട ഒന്നും കണ്ടോ. എന്റെ അച്ഛനെന്തെങ്കിലും പറഞ്ഞു. ഭാവേ, നീയും തുടങ്ങിയാ? വാളക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. വളകാ പോയിട്ട് ആ അമ്മയെ ആഹാരം കഴിക്കാൻ സമ്മതിക്കാതെ അമ്മയെ ആഹാരം കഴിക്കാൻ സമ്മതിച്ചില്ലെന്ന് മാത്രല്ല വാവേ, അമ്മയുടെ വളയൊക്കെ എടുത്തോണ്ടാ ഞാൻ പോയത്. അതറിഞ്ഞോ? അതൊക്കെ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഇതുപോലത്തെ നീല വള തന്നെയായിരുന്നു അതും. അതിന്റെ ബാക്കിയാണോ? അയ്യോ, അല്ല കറുപ്പ് തന്നെ. അല്ല, തന്നെയായിരുന്നു. നമ്മളെ അതേ ഡയലോഗ് ഒന്നും അടിക്കണ്ടേ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഇന്ന് പണി എടുക്കൂല, ഞാൻ സുദർശനെ ഉപ്പേരി ഉണ്ടാക്കാൻ പോകണോ? അപ്പൊ നമ്മുടെ തീർച്ചയായിട്ടും അങ്ങനെ പറയടാ. ചേട്ടൻ തന്നെ ഉപ്പേരി, ചേട്ടൻ തന്നെ പായസം. ഞങ്ങള് നടുക്ക് നിർത്തിയേക്കണ എന്തിനാന്നാ വിചാരിച്ചേ? അതെ, അപ്പൊ ഏതായാലും നമ്മൾ പാരസൺസ് അതിഥി കോക്കനട്ട് ഓയിലാണ്, റോസ്റ്റഡ് കോക്കനട്ട് ഓയിലാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ ഇരിക്കുന്നത് ഞാൻ പഠിപ്പിക്കും. നീ ആ വളർത്തി വലുതാക്കേണ്ട ഒരു കൊച്ചല്ലേ അവിടെ ഇരിക്കുന്നത്. അത് തന്നെ, അതുകൊണ്ടാണ്. സൗഭാഗ്യ, വാവ എടുത്തെന്നുള്ള ഒരു കാരണം കൊണ്ട് പണി എടുക്കാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല കേട്ടോ. അങ്ങനെയല്ല, എന്റെ ഓർമ്മയില് എല്ലാം സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഞാൻ പായസം ഉപ്പേരി എല്ലാം ഞാൻ സ്മാഷ് ചെയ്ത് അങ്ങനെ. അപ്പൊ നമ്മള് ഈ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട്, അതായത് വളരെ ശുദ്ധമായ തെരഞ്ഞെടുത്ത തേങ്ങയിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്ന കോക്കനട്ട് ഓയിലാണ് പാരസൺസ് അതിഥി റോസ്റ്റഡ് കോക്കനട്ട് ഓയിൽ. തേങ്ങ തെരഞ്ഞെടുക്കാൻ ഞാൻ പോകാറില്ല, പക്ഷെ തേങ്ങ തെരഞ്ഞെടുക്കാനായിട്ട് സ്ഥിരമായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാര് അതിഥി കോക്കനട്ട് ഓയിൽ ആൾക്കാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നല്ല മണമൊക്കെ വരുന്നുണ്ട് അല്ലേ? സത്യമായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ധൈര്യമായിട്ട് അപ്പൊ വീട്ടിൽ എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സൈഡിൽ വെക്കട്ടെ, കുറച്ച് സമയം കൊടുക്കണം കേട്ടോ. അതെ, നമ്മളങ്ങനെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇനി അസാഭാഗ്യ വാവ എന്റെ അടുത്ത് വരുമോ? ഇല്ല, വരില്ല. എന്തായാലും ഒന്നുകൂടെ ഞാൻ ചോദിക്കാം, വരുമോ? എന്താ ചേട്ടാ, എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഈ വാവയ്ക്ക് നമ്മൾ സത്യം അത് ആദ്യമേ നെഗറ്റീവ് പറഞ്ഞ് തുടങ്ങിയതിൽ സന്തോഷമുള്ള കാര്യങ്ങൾ പിന്നെ പറയും. ഇവിടെ വന്നപ്പോഴത്തേക്ക് വാവയ്ക്ക് നമ്മള് കമ്മലിട്ടിട്ടില്ല, മാല ഇട്ടിട്ടില്ല, വള ഇട്ടിട്ടില്ല. സാധാരണ നമ്മൾ ഈ പ്രായത്തിലുള്ള ഒരു കൊച്ചിനെ കണ്ടു കഴിഞ്ഞല്ലേ ഇതൊക്കെ ഇഷ്ടം, മോനെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാടാ. അമ്മയത്തിന് സമ്മതിക്കാത്തതെന്ന് എനിക്ക് അറിയാം. നമ്മൾ പൗഡർ സത്യം കണ്ണെഴുതിച്ചിട്ടില്ല. നിങ്ങള് ഞങ്ങളുടെ